ഇന്ദിരാ ഗ്യാരണ്ടികളിലൂന്നി വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തും. എല്ലാ കുടുംബങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. വിദ്യാർത്ഥിനികൾക്ക് 1500 രൂപ. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി. സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകമെന്ന നയപ്രഖ്യാപനത്തിൽ ഗവർണർ. ധവളപത്രം പുറത്തിറക്കും. നയരാഹിത്യ പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷ നേതാവ്. 5499 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പുള്ളത് മറച്ചുവെച്ചെന്നും കുറ്റപ്പെടുത്തൽ. വന്ദേമാതരം നിയമസഭയിലും പൂർണ്ണമായി ആലപിക്കണമെന്ന ലോക്ഭവന്റെ നിർദ്ദേശം തള്ളി. അതൃപ്തി പരസ്യമാക്കി ഗവർണർ. വന്ദേമാതരത്തെ നിയമസഭയിൽ അവഹേളിച്ചെന്ന ആരോപണവുമായി ബി.ജെ.പി. നിയമസഭയിൽ ഗുരുതര ചട്ടലംഘനം. പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖറും സഭയിലെത്തി. ഡി.ജി.പി എത്തിയത് ഗവർണറെ സ്വീകരിക്കുന്നതിനിടെ. സ്പീക്കറെ കണ്ട് ഖേദം പ്രകടിപ്പിച്ച ഡി.ജി.പി. ഇ.ഡി. റെയ്ഡിനിടെ നടന്നത് സമാധാനപരമായ പ്രതിഷേധമെന്ന് പിണറായി വിജയൻ. നമ്മുടെ എല്ലാ ആൾക്കാരും അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ സമാധാനപരമായിട്ട് നീക്കാൻ നോക്കിയതാണല്ലോ, എല്ലാവരും കണ്ടതാണല്ലോ. എന്താണ് പൊതു സമീപനമെന്ന് അതിലൂടെ വ്യക്തമാണല്ലോ. അത്ര ശാന്തമായിട്ടാണ് ആളുകൾ ഇരുന്ന്. എല്ലാ സ്ഥലത്തും ആളുകൾ ശാന്തമായിട്ടാണല്ലോ പ്രതികരിച്ചത്. അതാ നിരക്കേ ഉള്ളത്. ഇ.ഡി. ചോദ്യം ചെയ്തത് മകളെ മാത്രമെന്നും പ്രതിപക്ഷ നേതാവ്. റെയ്ഡിൽ ഇന്നും മൗനം തുടർന്ന മുഖ്യമന്ത്രി. ഇ.ഡി. കേസിൽ വീണ ടിക്ക് സമൻസ് അയക്കുന്നതിൽ ഇന്ന് തീരുമാനം. റെയ്ഡിൽ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇ.ഡി. സുരക്ഷാ വീഴ്ചയുണ്ടായതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാവും. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറും മ്യൂസിയം സിഐക്കും വീഴ്ച. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കാണാതായതിൽ പോലീസും ക്ഷേത്ര ഭരണസമിതിയും തമ്മിൽ ഭിന്നത. സ്വർണ്ണക്കട്ടികളടക്കം നഷ്ടപ്പെട്ടെന്നതിൽ ഉറച്ചു പോലീസ്. ഇല്ലെന്ന് ക്ഷേത്രം ഭരണസമിതി. താരസംഘടന അമ്മയിൽ പ്രതിസന്ധി രൂക്ഷം. സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിലുള്ള ഏകോപനമില്ലെന്ന് എക്സിക്യൂട്ടീവ് യോഗം. പരാതി അന്വേഷിക്കാൻ പ്രത്യേക സമിതി വേണമെന്ന അൻസിബയുടെ ആവശ്യം പരിഗണിച്ചേക്കില്ല. അമ്മ ഭാരവാഹികൾക്കെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയുമായി മാനേജർ അതുല്യ. ലോകകപ്പിന് അർജന്റീനയെ ലയണൽ മെസ്സി നയിക്കും. 26-അംഗ ടീമിനെ പ്രഖ്യാപിച്ചു. ബ്രസീലിന് തിരിച്ചടിയായി സൂപ്പർ താരം നെയ്മറിന്റെ പരുക്ക്. ലോകകപ്പിലെ ആദ്യ മത്സരങ്ങളിൽ നെയ്മർ കളിച്ചേക്കില്ല. വന്ദേമാതരത്തിൽ വീണ്ടും വിവാദം. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുന്നോടിയായി വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന ലോക്ഭവന്റെ നിർദ്ദേശം സംസ്ഥാന സർക്കാർ തള്ളിക്കളഞ്ഞു. കേരള പോലീസിന്റെ ബാൻഡ് വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് 2 തവണയും വായിച്ചത്. സംഭവത്തിൽ ഗവർണർ അതൃപ്തി പ്രകടമാക്കിയിട്ടുണ്ട്. ബി.ജെ.പിയും പ്രതിഷേധവുമായി രംഗത്തെത്തി. എന്നാൽ വരികൾ ഒഴിവാക്കിയതിനെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പിന്തുണച്ചു. വി.ഡി. സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത് വിവാദമായിരുന്നു. സംഘപരിവാറിന് ലോക്ഭവൻ നിർദ്ദേശങ്ങൾക്ക് സർക്കാർ കീഴ്പ്പെട്ടുവെന്ന വിമർശനമാണ് അന്ന് ഉയർന്നു വന്നത്. എന്നാൽ ഇത്തവണ ഗവർണർ ലോക്ഭവൻ നിർദ്ദേശിച്ചിട്ടും വന്ദേമാതരം മുഴുവനായി ആലപിക്കാൻ അത് കേരള പോലീസിന്റെ ബാൻഡ് സംഘം വായിക്കുകയാണ് ചെയ്തത്. അതിന് അനുവാദം നൽകിയില്ല. മുഴുവൻ വായിക്കാൻ നിർദ്ദേശം സർക്കാർ നൽകുകയായിരുന്നു. അതിനെതിരെ ഇപ്പോൾ ബി.ജെ.പി. രംഗത്തെത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഇന്നത്തെ കേരള നിയമസഭയുടെ ഈ നടപടി ലോക്ഭവനെയും ഗവർണറെയും അതോടൊപ്പം ദേശീയ ഗീതത്തെയും അതിനോടും അനാദരവ് കാണിക്കുന്ന നടപടിയായി. വി.ഡി. സതീശൻ സർക്കാർ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു നിലപാടെടുത്തത് എന്ന് വളരെ വ്യക്തമാണ്.
എന്നാൽ സർക്കാർ നടപടിയെ പിന്തുണച്ചാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത് വന്നത്. ഒരു തെറ്റുമില്ല, വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് പറഞ്ഞ സംഘപരിവാർ നിലപാടാണ്, അതിന് ഇവിടെ ആവശ്യമില്ല എന്ന ഒരു മറുപടിയാണ് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്നാൽ രണ്ട് ഈരടി ചൊല്ലാന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ആ കാര്യം ആണ് ഇവിടെ നടന്നത്. മറ്റത് മുഴുവൻ ചൊല്ലുക എന്നത് അത് RSS അജണ്ടയാണ്. ആ RSS അജണ്ട നടപ്പാക്കേണ്ട ബാധ്യത നമ്മുടെ കേരളത്തിലില്ല. BJPയുടെ വിമർശനങ്ങളെ സർക്കാരും തള്ളിക്കളയുന്നു. സർക്കാർ നിലപാട് തന്നെയാണ് ഇവിടെ നടപ്പാക്കിയത്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം, വന്ദേമാതരത്തിന്റെ RSS അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല ഭാഗം പാടേണ്ട കാര്യമില്ല നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. വന്ദേമാതരം പൂർണ്ണമായി വായിക്കാത്തതിലെ അതൃപ്തി പരസ്യമാക്കി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ വന്ദേമാതരം ആലപിക്കണമെന്ന നിർദ്ദേശം ലോക് ഭവൻ നൽകിയിട്ടുള്ളതാണ്. വിഷയം സ്പീക്കറോട് സംസാരിച്ചിട്ടുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ തിരുത്തൽ വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഗവർണർ പറഞ്ഞു. Niyam-Sabha, see, what we had insisted that there has to be, whenever governor is present, it is the protocol, you are right, that whenever governor is present, it has to be sung fully. It was not, they did not sing it, it was played only. But they could have done it. Let us see, they will rectify it. I had spoken to the speaker also. Let us see what is. Will you seek any clarification on this? I have not decided anything. ഇന്ദിരാ ഗ്യാരണ്ടിയും ആർത്തവ പ്രസവാവധികളും ഉൾപ്പെടെയുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി VD സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളിൽ വീഴ്ച ഉണ്ടാകില്ലെന്നാണ് നയപ്രഖ്യാപനത്തിൽ പറയുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മുൻ സർക്കാരിന്റെ വികസന പദ്ധതികൾ, കിഫ്ബി മിഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള പരാമർശവുമില്ല. ധനസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞത് തെറ്റായ പരാമർശങ്ങളാണെന്നും നയരാഹിത്യമാണ് പ്രസംഗത്തിന്റെ മുഖമുദ്രയെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. പോലീസ് ബാൻഡിന്റെ വന്ദേമാതരത്തോടെയാണ് നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് സഭയിൽ തുടക്കമായത്. പിന്നാലെ VD സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ സഭയിൽ ആരംഭിച്ചു. 1 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ അദ്ദേഹം സർക്കാരിന്റെ വികസന സ്വപ്നങ്ങളെപ്പറ്റിയും അതോടൊപ്പം സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയെക്കുറിച്ചുമുള്ള സമഗ്രമായ വിവരങ്ങളാണ് ഉൾക്കൊള്ളിച്ചത്. കേരളത്തെ ആഗോള വ്യവസായ ഹബ്ബാക്കി മാറ്റുകയെന്ന സർക്കാർ നയം പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നിപ്പറയുകയാണ് ചെയ്തത്. വിദ്യാഭ്യാസ രംഗത്തും അതോടൊപ്പം കാർഷിക മേഖലയിലും ആരോഗ്യരംഗത്തുമൊക്കെ കേരളം ഏത് തരത്തിലാകും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ കൂടുതൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുകയെന്ന് ഗവർണർ വ്യക്തമാക്കി. My government will leverage modern technology to boost production and productivity, reduce cultivation costs, promote mechanization and encourage secondary agriculture. കൃഷിയെ ഒരു ലാഭകരമായ തൊഴിലാക്കി മാറ്റുന്നതിനു വേണ്ടി ഏത് തരത്തിലുള്ള ഇടപെടലുകളാകും സർക്കാർ നടത്തുകയെന്ന് ഊന്നിപ്പറഞ്ഞ ഗവർണർ മത്സ്യബന്ധന മേഖലയുടെയും പട്ടികജാതി പട്ടികവർഗ മേഖലകളുടെയുമൊക്കെ സമൂലമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചും ദീർഘമായി തന്നെ പ്രതിപാദിച്ചു. അതോടൊപ്പം വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ക്രിയാത്മകമായ പദ്ധതികളുടെ സംക്ഷിപ്തവും ഗവർണർ അവതരിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന് മുമ്പിൽ വലിയ വെല്ലുവിളി തീർത്തുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് മാഫിയയുടെ വേരിറക്കുന്നതിനു വേണ്ടി ഓപ്പറേഷൻ തുഫാൻ എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് തുടക്കം കുറിച്ചിരിക്കുന്ന പദ്ധതിയെക്കുറിച്ച് വിശദമായ വിവരങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. ലഹരി മാഫിയയുടെ വേരിറക്കുന്നതിനൊപ്പം ഈ ശൃംഖലയുമായി ബന്ധപ്പെട്ടവരുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് കൂടി കടക്കുക എന്നതാണ് സർക്കാർ നയമെന്നും ഗവർണർ വ്യക്തമാക്കി. Time has come for a decisive and transformational shift in the functioning of the excise department. Accordingly, the department will be reimagined and rebuilt as a modern, intelligence-driven, technology-enabled, people-centric institution committed not merely to regulation but to public welfare,
youth protection and social responsibility and transparent governance. The സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ കേരളം നടത്താൻ പോകുന്ന ക്രിയാത്മകമായ ഇടപെടലുകളെക്കുറിച്ച് പങ്കുവച്ച് തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി 3 ദിവസമായി പ്രഖ്യാപിക്കുകയും അതോടൊപ്പം ഈ ദിവസങ്ങളിൽ അവർക്ക് അക്കാഡമിക്കായ പിന്തുണ ഉറപ്പാക്കുന്നതിനും അതോടൊപ്പം സാനിറ്ററി നാപ്കിനുകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകൾ കൂടി കൃത്യമായി തന്നെ സർക്കാർ നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സമഗ്ര തല സ്പർശിയായിട്ടാണ് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ചതെങ്കിലും വലിയ വിമർശനവുമായി ബിജെപിയും അതോടൊപ്പം തന്നെ മുഖ്യ പ്രതിപക്ഷമായ LDFും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വിമർശനവും നയപ്രഖ്യാപനത്തിൽ ഉൾക്കൊണ്ടിരുന്നില്ല. അതോടൊപ്പം മുൻ സർക്കാരിന്റെ വികസന തുടർച്ചയെക്കുറിച്ചും ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് നയപ്രഖ്യാപനമല്ല, നയരാഹിത്യമാണ് വ്യക്തമാക്കിയതെന്നായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് സ്വീകരിച്ചുകൊണ്ടിരുന്ന സമീപനം അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ നോക്കിയാൽ പറയേണ്ടത് പറയാതിരുന്നിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ട വീട് അതിനെക്കുറിച്ചെല്ലാം മൗനം പാലിച്ചതായാണ് കാണുന്നത്. സമാനമായ വിമർശനം തന്നെയാണ് ബിജെപിയും ഉന്നയിച്ചിരിക്കുന്നത്. വി മുരളീധരനാണ് ബിജെപിക്ക് വേണ്ടി ഇതിൽ വ്യക്തമായൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഈ പദ്ധതികൾ നടപ്പിലാക്കും എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ലാതാണ് നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിനുവേണ്ട പണം എവിടെ, അതോടൊപ്പം ഇതൊരു ദിവാസ്വപ്നം മാത്രമേ കാണാൻ കഴിയൂവെന്നും വി മുരളീധരൻ പറഞ്ഞു വെച്ചു. സംസ്ഥാനത്തിൻ്റെ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള ഒരാളും ഈ നയപ്രഖ്യാപനം, ഇതുപോലുള്ള ഒരു നയപ്രഖ്യാപനം നടത്തില്ല. പകരം അവർ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളുടെ പരിഹാര മാർഗങ്ങൾ ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രസംഗം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത്. നയപ്രഖ്യാപനത്തിൽ ഇതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഈ നയപ്രഖ്യാപനത്തിൽ ഊന്നിപ്പറയും എന്നുള്ളതാണ്. അതൊന്നുമില്ലാത്ത ഈ നയപ്രഖ്യാപനം ഇത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. നയപ്രഖ്യാപന പ്രസംഗത്തോടെ 16ാം നിയമസഭയുടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വാദപ്രതിവാദങ്ങൾക്കപ്പുറത്തേക്ക് ബജറ്റിലേക്കും ഈ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ആക്ഷേപങ്ങളുമൊക്കെ തുടരുമെന്ന് തന്നെ ഉറപ്പാണ്. ഒരുപക്ഷെ ജൂൺ 3-ാം ആഴ്ചയായിരിക്കാം ബജറ്റ് അവതരണം. ആ ബജറ്റിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ, ഇന്ദിരാ ഗ്യാരണ്ടിയുടെ തുടർച്ച, ഇതടക്കമുള്ള കാര്യങ്ങൾ ബജറ്റിലും ഇടം പിടിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഇതിനുള്ള പണം എവിടെയെന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ തന്നെ വിമർശനത്തിന്റെ കോപ്പ് കൂട്ടുകയാണ് സർക്കാരിനെതിരെ. നിയമസഭയിൽ ഗുരുതരമായ ചട്ടലംഘനം നടന്നു. പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സഭാതലത്തിൽ വന്നതാണ് വിവാദമായത്. ഗവർണറെ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് DGP നിയമസഭയിലെത്തിയത്. ഗവർണറെ നിയമസഭയിൽ സ്വീകരിച്ച പരിപാടിയിൽ DGP പങ്കെടുത്തതും ചട്ടലംഘനമാണ്. തീർത്തും അസാധാരണമായ സംഭവവികാസങ്ങൾക്കാണെന്ന് കേരള നിയമസഭ സാക്ഷിയായത്. ഗവർണറെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും അതുപോലെ തന്നെ നിയമസഭാ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ള സ്വീകരിച്ച് നയപ്രഖ്യാപനത്തിനായി വേദിയിലേക്ക് ആനയിക്കുക എന്നുള്ളതാണ് പതിവ്. അതാണ് സഭാ ചട്ടങ്ങളും കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള പ്രോട്ടോക്കോളും അതാണ്. എന്നാൽ അതിന് വിരുദ്ധമായി ഇന്ന് പ്രൊസഷനിൽ സംസ്ഥാന പോലീസ് മേധാവി കൂടി പങ്കെടുത്തു. അദ്ദേഹത്തിന് പങ്കെടുക്കാനുള്ള അധികാരമോ അനുവാദമോ ഇല്ല. അതുമാത്രമല്ല, അവിടെ നിന്ന് അദ്ദേഹം നടന്ന് നേരെ സഭാതലത്തിനുള്ളിലേക്ക് സഭയുടെ നടുത്തളത്തിന് അടുത്തുവരെ എത്തുന്നു. അവിടെ അദ്ദേഹത്തിന് ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിപ്പിടം സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകാൻ കഴിയുകയുമില്ല. അദ്ദേഹം കുറച്ചു സമയം അവിടെ കറങ്ങി നടന്ന ശേഷം മുഖ്യമന്ത്രിയും മറ്റും കയറി വരുന്ന വാതിലിലൂടെ പുറത്തേക്ക് പോവുകയായിരുന്നു. ഗുരുതരമായ ചട്ടലംഘനമാണ് നടന്നതെന്ന് വ്യക്തമാണ്. സ്പീക്കറുടെ ഓഫീസ് ഇക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നിയമസഭാ സെക്രട്ടേറിയറ്റും നിയമസഭയിലുണ്ടായിരുന്ന MLA മാർ, മുഖ്യമന്ത്രിയും പ്രതിപക്ഷം അടക്കമുള്ള MLA മാരും അത്ഭുതത്തോടുകൂടി അമ്പരപ്പോടുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ കണ്ടത്. പലരും പരസ്പരം ഇക്കാര്യം സംസാരിച്ചു.
പിന്നീട് കാര്യോപദേശ സമിതി യോഗത്തിലും ഇത് ചർച്ചയായി. അശ്രദ്ധ കാരണം പോലീസ് മേധാവി കടന്നു വന്നതാകാമെന്ന വിലയിരുത്തലാണ് പൊതുവിലുള്ളത്. അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. അത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യമാണ്. അത് അറിയാതെ സംഭവിച്ചതാകാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. ഏതായാലും കീഴ്വഴക്കങ്ങളിലോ നമ്മുടെ നടപടിക്രമങ്ങളിലോ അത്തരമൊരു കാര്യമില്ല, ഇതേവരെ സംഭവിച്ചിട്ടില്ല. അത് ബഹുമാനപ്പെട്ട സ്പീക്കർ അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമസഭാ സെക്രട്ടേറിയറ്റ് ഇക്കാര്യം സ്പീക്കറുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നടപടിയിലേക്ക് പോകുമോ എന്ന് വ്യക്തമല്ല. പക്ഷേ ഗുരുതരമായ ചട്ടലംഘനം നടന്നിട്ടുണ്ട്. അത് സംസ്ഥാന നിയമസഭയിലെ ചട്ടങ്ങൾക്കും കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള പ്രോട്ടോകോളിനും ഒക്കെ വിരുദ്ധമാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് വ്യക്തമാണ്. ഇത്തരത്തിലൊരു സംഭവം കേരള നിയമസഭയുടെ ചരിത്രത്തിലൊരിക്കലും ഉണ്ടായിട്ടുമില്ല. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവിനെതിരെ CMRL അപ്പീൽ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയാണ് കമ്പനി സമീപിച്ചത്. ED അന്വേഷണം തടയണമെന്നും സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. കേസിൽ നിലവിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിൽ EDയുടെ സമാന്തര അന്വേഷണം നിയമവിരുദ്ധമാണെന്നുമാണ് കമ്പനിയുടെ വാദം. വളരെ നിർണായകമായ ഒരു അപ്പീലാണ് ഇപ്പോൾ CMRL നൽകിയിരിക്കുന്നത്. ED അന്വേഷണ നടപടികളും റെയ്ഡുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇങ്ങനെയൊരു ഇടപെടൽ CMRLന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവ് കിട്ടിയതിന് തൊട്ടു പിന്നാലെ ED റെയ്ഡുകളുമായി മുന്നോട്ട് വന്നതാണ്. 2 ദിവസം അവധിയായതിനാൽ CMRLന് അപ്പീൽ നൽകുവാൻ കഴിയുമായിരുന്നില്ല. ഇന്ന് CMRL അപ്പീലിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന 2 കാര്യങ്ങളാണെങ്കിൽ ഇതേ കാര്യം തന്നെ സിംഗിൾ ജഡ്ജി തള്ളിക്കളഞ്ഞതായിരുന്നുവല്ലോ. മഞ്ജുഷ, കഴിഞ്ഞ ദിവസം തന്നെ മഞ്ജുഷ സൂചിപ്പിച്ച പോലെ ജസ്റ്റിസ് TR രവി അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം തള്ളിക്കളഞ്ഞിരുന്നതാണ്. അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയില്ല, അതുപോലെ ഉദ്യോഗസ്ഥർ നിർബന്ധമായി EDക്ക് മുൻപിൽ ഹാജരാകണമെന്നായിരുന്നു കോടതി നിർദ്ദേശിച്ചത്. അതേ തുടർന്നാണ് ED അന്വേഷണം കൂടുതൽ ഊർജിതമായത്. അതേസമയം തന്നെ ഈ അന്വേഷണം തുടരാം എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ CMRL അപ്പീൽ നൽകിയിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിനെയാണ് കമ്പനി സമീപിച്ചിട്ടുള്ളത്. ED അന്വേഷണം ഉടൻ തടയണം, അതുപോലെ SFIO ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തുന്നതിനാൽ സമാന്തര അന്വേഷണം നടത്താൻ EDക്ക് അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്ന ഹർജി. അങ്ങനെയാണ്. അതുമാത്രം സാഹചര്യത്തിൽ EDയുടെ സമാന്തര അന്വേഷണം സാധ്യമല്ല, അത് നിയമവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ ഈ ഇടപാടിൽ നടന്നിട്ടില്ല, അതിനാൽ EDക്ക് ഇടപെടാൻ അധികാരമില്ല എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് പിന്നാലെ ആണ് ED പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലടക്കം റെയ്ഡ് നടത്തിയത്. കമ്പനി മേധാവികളുടെ വീടുകളിലും ഓഫീസും റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഇതേ തുടർന്ന്, അതായത് ഉത്തരവിന് പിന്നാലെ തന്നെ ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവർക്കും അതുപോലെ വീണ വിജയനും സമൻസ് അയക്കാൻ ഒരുങ്ങുകയാണ് ED. ആ നടപടികൾ അടിയന്തരമായി തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയിരുന്ന സാഹചര്യത്തിൽ ED ഇടപെടൽ കൂടുതൽ ശക്തമായതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ CMRL ഇതുമായി ബന്ധപ്പെട്ട് ഹർജിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യം ഉള്ളത്. അതുപോലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് സേവനങ്ങൾ നൽകാതെ 1.72 കോടി രൂപ നൽകിയെന്നാണ് കേസിലെ പ്രധാനപ്പെട്ട ആരോപണം. അതുപോലെ ഹൈക്കോടതി വിധിക്കും റെയ്ഡിനും പിന്നാലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവർക്ക് ED വീണ്ടും സമൻസ് അയക്കാൻ ഒരുങ്ങുകയാണ്. മഞ്ജുഷ്, ശരി. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അതിനിടെ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ വീണ വിജയന് സമൻസ് അയക്കുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. EDയുടെ നിർണായകമായ അവലോകന യോഗം ഇന്ന് നടക്കും. റെയ്ഡിൽ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് EDയുടെ വാദം. ശരൺ എസ് കർത്തയെയും CMRL ഉദ്യോഗസ്ഥരെയും വീണ്ടും ചോദ്യം ചെയ്യും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെയും അതോടൊപ്പം തന്നെ CMRL MD ശശിധരൻ കർത്തയെയും ഉടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതിനായി ഉടൻ തന്നെ സമൻസ് അയക്കുമെന്ന് അറിയുന്നുണ്ട്. അതിനു മുൻപായി വീണ വിജയന്റെ പിടിച്ചെടുത്ത ഫോണും ശശിധരൻ കർത്തയുടെ ലാപ്ടോപ്പും ശാസ്ത്രീയ പരിശോധനയ്ക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ചിട്ടുമുണ്ട്. അതിന്റെ ഫലം കാത്തിരിക്കുകയാണ്. അതിനു മുൻപായി തന്നെ ഈ ശേഖരിച്ച വിവരങ്ങളിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമെന്ന്
എന്ന് തന്നെയാണ് ED വ്യക്തമാക്കുന്നത്. വീണ വിജയന്റെ വീട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ ശശിധരൻ കർത്തയുടെയും വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ, അതിൽ ബാങ്ക് അക്കൌണ്ടിന്റെ ചില നിർണായക വിവരങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഇതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്തയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അന്ന് ED ശശിധരൻ കർത്തയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ മകൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് മകനിൽ നിന്നും ചില മൊഴികൾ ശേഖരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് വീണ്ടും ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു ഘട്ടത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നത്. എന്തായാലും വീണ വിജയനെതിരായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അതിനിടയിൽ വീണ വിജയൻ ഈ ചോദ്യം ചെയ്യൽ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അതിനെ ശക്തിയുക്തം എതിർക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ED ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള അതിക്രമമൊക്കെ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ ഒരു ഹർജി അത് തടയണം, ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്നുകൂടി ED ഹൈക്കോടതിയെ അറിയിക്കും. CMRൽ മറ്റ് ഉദ്യോഗസ്ഥരെയും ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്തേക്കുമെന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ED തങ്ങളുടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം റെയ്ഡിൽ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് സമൻസ് അയക്കുവാനുള്ള നീക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ് ED. അതേസമയം ED അന്വേഷണത്തിനെതിരെ CMRL ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുൻപാകെ അപ്പീലും നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ നിയമ നടപടിയും വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ്. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് EDക്കെതിരായിട്ടുള്ള വിധി വന്നാൽ അത് CMRLനും എക്സാലോജിക്കിനും വീണ വിജയനും ആശ്വാസമാകും. പക്ഷേ അതിനിടയിലും ED നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനാലാണ് EDയുടെ അവലോകന യോഗം ഇന്ന് ചേരുന്നത്. സമൻസ് അയക്കുന്നതിൽ ഇന്ന് നിർണായക തീരുമാനത്തിനും സാധ്യതയുണ്ട്. അതേസമയം EDക്കെതിരായ അതിക്രമത്തിൽ അറസ്റ്റിലായ 11 പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വഞ്ചിയൂർ കോടതിയാണ് ഇവരെ റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ മടങ്ങുന്നതിനിടെ ആക്രമിക്കുകയും കാർ തകർക്കുകയും ചെയ്ത കേസിലാണ് ഇപ്പോൾ 11 പേരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഇവരെല്ലാം CPMന്റെ പ്രവർത്തകരാണല്ലോ അല്ലേ? ഇനിയും കൂടുതൽ ആളുകളെ പിടികിട്ടാനുണ്ടല്ലോ അല്ലേ? ഇതിനോടകം 19 പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. അതിൽ 18 പേരെ കസ്റ്റഡി നടപടികൾ പൂർത്തിയാക്കി അറസ്റ്റിലേക്ക് കടക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിരുന്നു. അതിൽ 11 പേരെയാണ് അല്പസമയം മുമ്പ് വഞ്ചൂർ കോടതിയിൽ ഹാജരാക്കുകയും അവിടുന്ന് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇവരെ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർമാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വൈദ്യ പരിശോധന നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. അതിനുശേഷം ഇവരെ ജയിലിലേക്ക് മാറ്റും. ശേഷിക്കുന്ന പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ജനറൽ ആശുപത്രിയിൽ ഇവരെ എത്തിക്കുന്നത് അറിഞ്ഞ് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ വെച്ച് ഒരു പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യതകളില്ല എങ്കിലും വലിയൊരു പോലീസ് കാവലിലാണ് ഇപ്പോൾ ആശുപത്രി പരിസരമുള്ളത്. കാരണം കൂടുതൽ പാർട്ടി പ്രവർത്തകർ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് ജനറൽ ആശുപത്രി പരിസരത്ത് വലിയ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ശരി, അറസ്റ്റിലായ 11 പ്രതികളെയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അതേസമയം പിണറായി വിജയന്റെ വീട്ടിലെ ED പരിശോധനയെക്കുറിച്ച് തുടർച്ചയായ 9ാം തവണയും പ്രതികരിക്കാതെ മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ പ്രതികരണം തേടിയപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിലും മുഖ്യമന്ത്രി മൗനം തുടരുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മൗനം UDFലും ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ED എത്തിയത് രാഷ്ട്രീയ ഗൂഢാലോചന എന്നതാണ് CPM പക്ഷം. സതീശൻ മോഡി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയുള്ള റെയ്ഡിൽ മുഖ്യമന്ത്രിയെയും കോൺഗ്രസ് നേതൃത്വത്തെയുമാണ് CPM ആരോപണത്തിൽ നിർത്തുന്നത്. ഡൽഹി ചർച്ചകളിൽ ED വിഷയമായോ? ഭരണം മാറിയപ്പോൾ തന്നെ മുൻ മുഖ്യമന്ത്രിയെ കുരുക്കിലാക്കുകയാണോ? ഇക്കാര്യത്തിൽ BJPയുമായി ഗൂഢാലോചന നടത്തിയോ? കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് BJP രാഷ്ട്രീയ നീക്കം നടത്തുന്നുവെന്ന മുൻ നിലപാട് ഇപ്പോഴുമുണ്ടോ? മുഖ്യമന്ത്രി VD സതീശനോട് നിരവധി ചോദ്യങ്ങളുണ്ട്. പക്ഷേ മൗനം തുടരുന്നു. മുഖ്യമന്ത്രിയുടെ മൗനം UDFലും സർക്കാർ കേന്ദ്രങ്ങളിലും ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്ന നിലപാടെടുക്കാറുള്ള VD സതീശന് എന്തുപറ്റി? പ്രതികരിക്കാതെ പോകുന്നത് രാഷ്ട്രീയ തന്ത്രമാണെങ്കിൽ ED ആരോപണത്തിൽ ഈ മൗനം ബുദ്ധിയാണോ? പൊതുവിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിച്ചു പോകുന്നതാണ് UDF നേതാക്കളുടെ ശൈലി. പക്ഷേ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം പുലർത്തുന്നത് മന്ത്രിസഭയിലെ സഹപ്രവർത്തകരെ പോലും ആശയക്കുഴപ്പത്തിലാക്കി.
തലസ്ഥാനത്തെ സംഘർഷ രംഗങ്ങൾക്ക് ഉത്തരവാദി പോലീസിന്റെ പരാജയമാണെന്ന ആക്ഷേപമുണ്ട്. അങ്ങനെയെങ്കിൽ ആഭ്യന്തരമന്ത്രി പ്രതികരിക്കട്ടെ എന്ന നിലപാടിലാണോ മുഖ്യമന്ത്രി? ED റെയ്ഡ് വിഷയത്തിൽ നടത്തുന്ന ഏതു പ്രതികരണവും രാഷ്ട്രീയ ബുദ്ധിയല്ലെന്ന നിലപാടിലാണ് സതീശനെന്നാണ് അദ്ദേഹത്തോട് അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ മൗനം ഇനിയും തുടർന്നേക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകിട്ട് മാധ്യമങ്ങളെ കാണും. വൈകിട്ട് 3:30-ക്കാണ് സെക്രട്ടേറിയറ്റിലെ നോർത്ത് മീഡിയ റൂമിൽ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡ് അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതികരണമുണ്ടായേക്കും. ED നടപടിയിൽ മുഖ്യമന്ത്രിയുടെ മൗനത്തെക്കുറിച്ച് വ്യക്തമാക്കേണ്ടത് അദ്ദേഹം തന്നെയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ED BJP ഇതര നേതാക്കളെ ലക്ഷ്യമിടുന്നുണ്ട്. ED ഉദ്യോഗസ്ഥർ ഒന്നും ചോദിച്ചില്ല. വീണ ടിയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തെന്നും പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രി പ്രതികരിക്കാതിരുന്നത് എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. ഞാനിതേവരെ മുഖ്യമന്ത്രിയായിരുന്നു, എന്നോടാണോ ചോദ്യത്തിന് സംശയം എനിക്ക്? അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യമാണല്ലോ. ഞാനത് പറയേണ്ടതല്ല. BJP ഇതര പാർട്ടികൾക്ക് നേരെ കഠിനമായ നീക്കങ്ങളാണ് എല്ലാ കാലത്തും BJP അധികാരത്തിൽ വന്നതിന് ശേഷം BJP ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനേറ്റവും വൃത്തികെട്ട രൂപത്തിൽ ഉപയോഗിച്ചതാണ് ED. വീണയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അത് ശരിയാണ്. ഒരു അക്കൗണ്ടാണത്, അത് വസ്തുതയാണ്. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു മാത്രം. മനോഹരൻ മൊറായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറിയാകും. ദേശാഭിമാനി ചീഫ് ന്യൂസ് എഡിറ്ററായി വിരമിച്ച മനോഹരൻ മൊറായി 2 തവണ കേരള പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറിയായിരുന്നു. ബിനീഷ് കോടിയേരിക്ക് അംഗത്വം പുതുക്കി നൽകി CPM. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അംഗത്വം പുതുക്കി നൽകിയത്. പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് പാർട്ടിയുടെ ഈ തീരുമാനം. SFI പ്രവർത്തകനായിരിക്കെ 2001-ലാണ് ബിനീഷ് കോടിയേരിക്ക് CPM-ന്റെ അംഗത്വം ലഭിക്കുന്നത്. അന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയോട് ചേർന്നുള്ള ബ്രാഞ്ചിലാണ് ബിനീഷ് പാർട്ടി അംഗത്വം നേടുന്നത്. അതിനുശേഷം 2020 വരെ ബിനീഷ് കോടിയേരി CPM-ന്റെ അംഗമായിരുന്നു. 20-ൽ മയക്കുമരുന്ന് കേസിൽപ്പെട്ട ബിനീഷ് ജയിലിലായി. അതോടുകൂടിയാണ് CPM അംഗത്വം മരവിപ്പിച്ചത്. എന്നാൽ സാധാരണഗതിയിൽ അത്തരം കേസിൽപ്പെടുന്ന ആളുകളുടെ അംഗത്വം മരവിപ്പിക്കുകയല്ല ചെയ്യുന്നത്. സസ്പെൻഷനായ ശേഷം പിന്നീട് തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ പുറത്താക്കുകയോ ചെയ്യും. പക്ഷേ 2020 മുതൽ ബിനീഷിന്റെ അംഗത്വം മരവിപ്പിച്ചു. 23-ൽ ബിനീഷ് ആ കേസിൽ നിന്ന് ഒഴിവായി, കുറ്റവിമുക്തനായി. അതിനുശേഷം പലതവണ, കൃത്യമായി 4 തവണ ബിനീഷ് കോടിയേരി പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കത്ത് നൽകി തന്റെ അംഗത്വം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട്. ആ കത്ത് ജില്ലാ സെക്രട്ടറി സംസ്ഥാന നേതൃത്വം കൈമാറി. സംസ്ഥാന നേതൃത്വം മരവിപ്പിച്ചതുകൊണ്ട് തന്നെ അംഗത്വം പുനഃസ്ഥാപിക്കാൻ പിന്നീട് ജില്ലാ കമ്മിറ്റി കഴിയില്ല. എന്നാൽ അത് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു MV ഗോവിന്ദനും CPM-ന്റെ സംസ്ഥാന നേതൃത്വവും. കഴിഞ്ഞ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എന്തുകൊണ്ട് ബിനീഷിനെ അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നുവെന്ന ചോദ്യം പാർട്ടി നേതാക്കളിൽ നിന്നുണ്ടായി. അപ്പോഴാണ് ബിനീഷ് കോടിയേരി തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പരാജയപ്പെട്ട ശേഷം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൂടി ശ്രദ്ധിക്കണം, എന്നിട്ട് വേണം ബിനീഷിനെ പിന്തുണച്ച് രംഗത്ത് വരാനെന്ന ഒരു മറുപടി MV ഗോവിന്ദൻ നൽകി. എന്നാൽ അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇപ്പോഴല്ലേ വന്നുള്ളൂ, അതിനു മുമ്പ് എന്തുകൊണ്ട് ബിനീഷിന് അംഗത്വം കൊടുത്തിരുന്ന ചോദ്യവും തിരികെ ഗോവിന്ദന് നേരെ ഉയർന്നിരുന്നു. ഇതിനുശേഷമാണ് ഈ വാർത്ത, ബിനീഷ് കോടിയേരി അംഗത്വം നിന്ന് മാറ്റി നിർത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നത്. ഇതോടുകൂടി പിണറായി വിജയൻ വിഷയത്തിൽ ഇടപെടുകയും MV ഗോവിന്ദനോട് ബിനീഷിന്റെ അംഗത്വം പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുകയായിരുന്നു. അതോടുകൂടിയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ബിനീഷ് കോടിയേരിയുടെ CPM അംഗത്വം പുനഃസ്ഥാപിച്ച് നൽകിയത്. ജില്ലാ കമ്മിറ്റി ഓഫീസിലുള്ള ബ്രാഞ്ചിൽ തന്നെയാകും ബിനീഷിന്റെ പ്രവർത്തനം. ആ ഘടകത്തിൽ തന്നെ അദ്ദേഹം തിരിച്ചെത്തുകയാണ്. നേരത്തെ തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തോട് CPM വലിയ അനീതി കാട്ടുന്നു, അവരെ എല്ലായിടത്തും മാറ്റി നിർത്തുന്ന ചർച്ച CPM കേന്ദ്രങ്ങളിൽ സജീവമാണ്. ബിനീഷിന്റെ അംഗത്വത്തിൽ മാറ്റി നിർത്തതും അതിനോട് ചേർത്താണ് പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളടക്കം വിമർശനമായി വന്നത്. ഏതായാലും ഇപ്പോൾ ബിനീഷിന് അംഗത്വം നൽകാൻ CPM തീരുമാനമെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച അദ്ദേഹത്തിന് അംഗത്വം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അമൂല്യ വസ്തുക്കൾ കാണാതായതിൽ പോലീസും ക്ഷേത്ര ഭരണസമിതിയും തമ്മിലെ ഭിന്നത തുടരുകയാണ്. 78 ഗ്രാം സ്വർണ്ണക്കട്ടികളും ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വൈരനാമം അടക്കമുള്ളവയും നഷ്ടമായി എന്നായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. എന്നാൽ അമൂല്യ വസ്തുക്കൾ നഷ്ടമായിട്ടില്ലെന്നാണ് ക്ഷേത്രം ഭരണസമിതിയുടെ നിലപാട്. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ആഭ്യന്തര വകുപ്പ് സുപ്രീം കോടതിയെ അറിയിക്കും. വിനോദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, എന്താണ് ഇത്തരമൊരു ഭിന്നതയ്ക്ക് കാരണം? ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കാണാതായതിൽ ദുരൂഹമായ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീകോവിലിൽ തിരികെ വയ്ക്കേണ്ട വൈരനാമ 6 മാസമായി അങ്ങനെ തിരികെ കൊണ്ടുവച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, രാജകുടുംബവുമായി അടുപ്പമുള്ള പലരും പരിശോധനയില്ലാതെ നിർബാധം
ആ അമ്പലത്തിലേക്ക് എത്തുകയും തിരികെ പോവുകയും ചെയ്യുന്നു. ഇവർക്ക് സുരക്ഷാ പരിശോധന നടക്കുന്നില്ല. അവിടെയാണ് ഇങ്ങനെ ഈ 78 ഗ്രാം സ്വർണ്ണക്കട്ടി കാണാതാകുന്നതും വൈരനാമ ഉൾപ്പെടെ ഏറ്റവും അമൂല്യമായ വസ്തുക്കൾ കാണാതായതുമായിട്ടുള്ള പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉള്ളത്. മാത്രമല്ല അവിടെ സ്വർണ്ണ വിളക്ക് അറ്റകുറ്റപ്പണിക്ക് പുറത്തേക്ക് കൊണ്ടുപോവുകയും തിരികെ സ്ഥാപിച്ചത് വെള്ളിത്തട്ടുള്ള വിളക്കാണെന്ന പരാമർശം കൂടി റിപ്പോർട്ടിൻ്റെ ഭാഗമായുണ്ട്. ADGP S. ശ്രീജിത്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയ റിപ്പോർട്ട് ഇപ്പോൾ ആഭ്യന്തര മന്ത്രിയുടെ കൈവശമാണുള്ളത്. ഇത് സുപ്രീം കോടതിയെ ബോധിപ്പിച്ചേക്കും സംസ്ഥാനം. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയെ അറിയിക്കുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പക്ഷേ ക്ഷേത്രം ഭരണസമിതി ഇത്തരമൊരു റിപ്പോർട്ടിനെ അല്ലെങ്കിൽ ഇങ്ങനൊരു കണ്ടെത്തലിനെ തള്ളിക്കളയുകയാണ്. കഴിഞ്ഞ ദിവസവും അവർ ആ നിലപാട് സ്വീകരിച്ചു. ഇന്നിപ്പോൾ ഭരണസമിതി യോഗം ചേരുന്നുണ്ട്. അവർ കൈക്കൊള്ളുന്ന നിലപാട് ഇത് തെറ്റായ വിലയിരുത്തലാണ്, തെറ്റായ കാര്യങ്ങളാണ്. ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ, ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്താൻ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നു. അത് പോലീസിനെതിരെയാണ്. അങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നുകൂടി നമ്മൾ ഇവിടെ കാണേണ്ടതുണ്ട്. ഇപ്പോൾ വിനോദ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ക്ഷേത്രം കർമ്മചാരി സംഘത്തിന്റെ പ്രതിനിധിയാണ് ബബ്ലു ശങ്കർ. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബബ്ലു ശങ്കർ, എന്തുകൊണ്ടാണ് ഇത് ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത്? അത് ആരാണ് അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? ഒരിക്കലും ഇത് ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യമായിട്ട് തോന്നുന്നില്ല. ഇതൊരു DGP സംസ്ഥാന പോലീസ് മേധാവിയുടെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്ന വാർത്തയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതില് അങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ താഴോട്ട് മറ്റു റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടാവും, സ്റ്റേറ്റ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാവും, പപ്പ കൺട്രോളിന്റെ പത്മനാഭസ്വാമി ക്ഷേത്രം കൺട്രോൾ റൂമിന്റെ റിപ്പോർട്ട് ഉണ്ടാവും. ഇങ്ങനെ പല വിധത്തിലുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംസ്ഥാന പോലീസ് മേധാവി ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്താനാണോ, ക്ഷേത്രത്തിൽ മറ്റു വരുന്ന കാര്യങ്ങളെ കറക്ഷൻ ചെയ്യാനാണോ എന്ന് നമ്മൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിനകത്ത് പറയാനായിട്ടുള്ള മറ്റൊരു കാര്യം, ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. മുൻകാലങ്ങളിൽ പൂവട്ടക പോയപ്പോൾ ഇത് അന്ന് റേസ് ചെയ്തപ്പോ പിന്നെ പൂവട്ടക എന്താണ് ചെയ്തത്, അവിടെ റീപ്ലേസ് ചെയ്യാണ് ചെയ്തത്. വർഷങ്ങളായിട്ട് ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിരുന്ന, വളരെ വർഷം മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി ഇവര് അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പോലീസിന് FIR കൊടുത്തിട്ടില്ല, പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതെ ആരോടും ചോദിക്കാതെ ഇതിനെ റീപ്ലേസ് ചെയ്യാണ്. ഇൻവെന്റൈസേഷൻ എടുത്ത് കാത്തു സൂക്ഷിച്ചിരിക്കുന്ന നിലവറയിൽ നിന്ന് പോയിരിക്കുന്ന സാധനത്തിന് അവർക്ക് എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്? അതുപോലെ തന്നെ സ്വർണ്ണ റോഡ് പോയത്, അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് കിട്ടിയെന്ന് പറയുന്നു. അതിനെ ഏത് തരത്തിലാണ് ഇവരത് അതാണോ എന്ന് തീരുമാനിച്ചിട്ട് ഏത് രീതിയിലാണ് അത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നത്? ഗരുഡസ്വാമിയുടെ മാല നോക്കിക്കോളൂ, അതും അതേ നിലയിലാണ്. ഇതിന്റെ കാര്യം എന്താണ്? നിവേദ്യപാത്രം പോയി. ഇത് ഓരോ സാധനങ്ങളും പോകുമ്പോൾ ഇത് ഇത് മറ്റൊരു രീതിയിൽ പരാതിയോ അല്ലെങ്കിൽ വാർത്തകളോ വരുന്ന സമയത്താണ് ഇവരിത് വരുന്നത്. ഇപ്പോ ഈ വൈരനാമത്തിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വൈരനാമം ഇവിടെ ആരും കളവ് പോയെന്നല്ലല്ലോ പറഞ്ഞത്. വൈരനാമം കുറെ നാളുകളായിട്ട് ചാർത്തുന്നില്ല. മുൻകാലങ്ങളിൽ വലിയ അലങ്കാരത്തിൽ ചാർത്തിയിരുന്ന സാധനം കുറെ വർഷങ്ങളായിട്ട് ചാർത്താതിരിക്കുന്നതുകൊണ്ട് അത് എവിടെ പോകുന്നു? അത് മിസ്സായി പെടുന്നു. അപ്പൊ ഇത് കുറെ നാളായിട്ട് കാണാതിരിക്കുന്ന സാധനങ്ങൾ ഇപ്പൊ അവർ പറയുന്നു ഉണ്ടെന്ന്. എനിക്ക് എന്തുകൊണ്ട് ഇത് ചാർത്തുന്നില്ല? അപ്പൊ ഇത് ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്താനുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത് ക്ഷേത്ര ഭരണസമിതിക്ക് താല്പര്യമില്ലല്ലോ അന്വേഷണം നടത്താൻ, അല്ലേ? അല്ല, ഭരണസമിതിയാണല്ലോ ഇതിനകത്ത് കുറ്റക്കാരായിട്ട് പറഞ്ഞ് അവരുടെ പിടിപ്പുകേട് കൊണ്ടും അവരുടെ നീതികേട് കൊണ്ടും അല്ലെങ്കിൽ അവരുടെ അത് ശ്രദ്ധക്കുറവ് കൊണ്ടും ആണല്ലോ. അല്ലെങ്കിൽ ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു കാര്യം വരുന്നെങ്കിൽ ഇതിന്റെ പേരിൽ എന്തുകൊണ്ട് FIR ഇടുന്നില്ല, അതിന്റെ പേരിൽ എന്തുകൊണ്ട് പ്രതികളാവുന്നില്ല? അത് പ്രതികൾ എന്താണ് എല്ലാ കാര്യങ്ങളും മൂടി വെക്കപ്പെടുന്നത്? പ്രതികൾ എന്തുകൊണ്ട് വരുന്നില്ല? ഇത് ഒരു അന്വേഷണം, പൂവട്ടക പോയിട്ട് ഇവിടെ അന്വേഷണം നടത്തിയോ? അല്ലെങ്കിൽ ഗരുഡസ്വാമിയുടെ ഇത് പോയപ്പോ അന്വേഷണം നടത്തിയോ? റോഡ് പോയതിന് നമ്മളെല്ലാവരും അറിയാവുന്ന ഒരു വലിയ വാർത്തയാണല്ലോ, ലോകം മുഴുവൻ കണ്ട ഒരു വാർത്തയാണല്ലോ. ആ വാർത്തേന്റെ കണ്ടതിന് ശേഷം ആ പ്രതികൾ ആരാണെന്ന് അത് തിരിച്ചറിഞ്ഞോ? ആ പ്രതികളെ കണ്ടെത്തിയോ? ആരാണ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നത്? ആരാണ് അന്വേഷണം വേണ്ടെന്ന് വെപ്പിക്കുന്നത്? ആരാണ്? നിവേദ്യപാത്രം ഒറീസയിലേക്ക് കടന്നുപോയെന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ പേരിൽ ഒരു പ്രതി വന്നോ? ഇല്ലല്ലോ. അപ്പൊ ഈ വൈരനാമത്തിന്റെ കാര്യവും നമുക്കറിയില്ല എന്താണ്. അത് ഒരു അന്വേഷണത്തിന്റെ ഭാഗത്ത് കണ്ടെത്തേണ്ട കാര്യമാണ്. പിന്നെ ഇത് ഭഗവാന്റെ നിത്യമായിട്ട് അവിടെ ചാർത്തിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. ചെറുതും വലുതുമായ വൈരനാമം എന്ന് പറയുന്ന ഒന്നും മാത്രമല്ല. അവിടെ അത് കൽമണ്ഡപത്തിലെ വിഗ്രഹത്തിന്റെ ആ ഗർഭഗൃഹത്തിനകത്ത് വെച്ചിരിക്കുന്ന ഭഗവാന്റെ നേരെ പുറവശത്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. ചെറുതും വലുതുമായ കുറച്ച് ചെറിയ സാധനങ്ങൾ കൊണ്ട് ഇത് കുറച്ച് വലുതായിട്ടുള്ളതാണ്.
അപ്പൊ അത് ചാർത്താതിരുന്നപ്പോ അത് കുറെ വർഷങ്ങളായിട്ട്, അത് കുറെ മാസങ്ങളായിട്ട് ഇത് സംസാരമായി. അതിന്റെ പേരിൽ പോലീസ് അത് കണ്ടെത്തി. അവിടുന്ന് DCP പത്മനാഭ സാക്ഷി ഒരുപക്ഷെ അന്വേഷണം വന്ന് പിന്നെ അത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച് പല അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ? ബബ്ലു, എന്താണ് നിങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത്? കർമ്മചാരി സംഘം എന്താണ് ആവശ്യപ്പെടുന്നത്? ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. എന്തായാലും കോടതിയിലേക്ക് പോകുമല്ലോ, കോടതിയിൽ റിപ്പോർട്ട് വരുമല്ലോ. വളരെ സമ്പന്നമായ ഒരു അന്വേഷണം ഇവിടെ നടത്തിക്കൊണ്ട് ഇത് കാലാകാലങ്ങളിൽ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് സാധനങ്ങൾ അപ്രത്യക്ഷമാകുന്നു, ചില സാധനങ്ങൾ തിരിച്ചു വരുന്നു, ചില സാധനങ്ങൾ റീപ്ലേസ് ചെയ്യപ്പെടുന്നു. ഇതിനെ എല്ലാത്തിനും പുറമെ പല കാര്യങ്ങളും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടു അപ്പുറത്തും ഈ മോഷണ പരമ്പരകളും അല്ലെങ്കിൽ ഇങ്ങനെ കാണാതാവുന്നതും ഇതൊരു സ്ഥിരം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാത്തിനും ഒരുപക്ഷെ ശബരിമലയിൽ എന്തുമാത്രം ചില കാര്യങ്ങൾ പോയി. ഇത് എത്ര വർഷമായി പത്മനാഭ സ്വാമിയെ കുറിച്ച് ഈ കഥകൾ കേട്ടോണ്ടിരിക്കുന്നു. ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടി വളരെ ഏറ്റവും വലിയൊരു അന്വേഷണം തന്നെ ഇവിടെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് കർമ്മചാരി സംഘത്തിന്റെ ആവശ്യം. ശരി, നന്ദി ശ്രീ ബബ്ലു ശങ്കർ. അദ്ദേഹം ക്ഷേത്രം കർമ്മചാരി സംഘത്തിന്റെ പ്രതിനിധിയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അമൂല്യ വസ്തുക്കൾ കാണാതായി എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടും കൂടുതൽ നടപടികളിലേക്ക് പോകുന്നില്ല. ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വൈരനാമ അടക്കമുള്ളവയും നഷ്ടമായി എന്ന് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. ഭരണസമിതി പക്ഷേ ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ആഭ്യന്തര വകുപ്പ് സുപ്രീം കോടതിയെ അറിയിക്കും. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ അൻസിബ നൽകിയ പരാതി കേൾക്കാൻ പ്രത്യേക സമിതി ഉണ്ടാവില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പരിഹരിച്ചാൽ മതിയെന്നാണ് തീരുമാനം. അതേസമയം തൊഴിൽ പീഡന ആരോപണത്തിൽ വീണ്ടും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഓഫീസ് സ്റ്റാഫ് അതുല്യ. നീന കുറുപ്പ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെ ഫോൺ സംഭാഷണങ്ങളും ശബ്ദരേഖകളും പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. യോഗത്തിന് മുൻപായി ഇന്നലെ അമ്മ ഓഫീസിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലായിരുന്നു അൻസിബയെ കേൾക്കുന്നതിനു വേണ്ടി, അൻസിബയുടെ പരാതി കേൾക്കുന്നതിനു വേണ്ടി പുതിയ സമിതിയെ രൂപീകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് അൻസിബ മുന്നോട്ട് വെച്ച 3 പേരുകൾ. ഒന്ന് MLA കൂടിയായിട്ടുള്ള രമേശ് പിഷാരടിയാണ്. അദ്ദേഹം നിയമസഭയിലാണ്, തിരക്കുകളുണ്ട്. അതുകൊണ്ട് അൻസിബ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഈ ഒരു പരാതി കേൾക്കുവാനായി തനിക്ക് തൽക്കാലം സമയമില്ല എന്നാണ് പിഷാരടി നേതൃത്വത്തെ അറിയിച്ചത്. ധ്യാൻ ശ്രീനിവാസം കേരളത്തിന് പുറത്തുമാണ്. മാലാ പാർവതിയും താൻ ഒറ്റയ്ക്ക് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നൊരു മറുപടി കൂടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൻസിബയെ കേൾക്കുന്നതിന് വേണ്ടി പുതിയൊരു സമിതി വേണ്ട, പകരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ കേട്ടാൽ മതിയാകും എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഹൻസിബ ഇതിൽ എന്താണ് ഹൻസിബയുടെ അടുത്ത നീക്കമെന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. അതിനിടയിൽ ഹൻസിബ നൽകിയ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ ഹൻസിബയോട് തന്നെ ഇന്റലിജൻസ് വിഭാഗം കാര്യങ്ങൾ അന്വേഷിച്ചു എന്നാണ് ഹൻസിബ വ്യക്തമാക്കുന്നത്. പരാതി പോലീസിന് കൈമാറിയിട്ടുണ്ടാകും എന്നുകൂടി അൻസിബ വ്യക്തമാക്കുന്നു. അതിനിടയിൽ അമ്മ ഓഫീസിലെ ജീവനക്കാരിയായിട്ടുള്ള ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരിയായിട്ടുള്ള അതുല്യ കമ്മീഷണർക്ക് പരാതിയുമായി രംഗത്തെത്തി. ആ പരാതി കുക്കു പരമേശ്വരനും നീന കുറുപ്പിനും ഉണ്ണി ശിവപാലിനുമെതിരെയാണ്. തനിക്ക് എതിരെ, അതായത് തന്നെ പുറത്താക്കി അതിനുശേഷം തിരിച്ചെടുത്തു, താൻ ഓഫീസിലേക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ തന്നെ വീണ്ടും പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല നീക്കങ്ങളും സംഘടനയ്ക്കുള്ളിൽ, പ്രത്യേകിച്ച് ഇവർ 3 പേരും ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. പ്രത്യേകിച്ച് സെക്യൂരിറ്റി ജീവനക്കാരനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് കുക്കു പരമേശ്വരൻ പല നീക്കങ്ങളും നടത്തിയെന്ന് അതുല്യ വ്യക്തമാക്കുന്നു. അത് പറയുന്ന തെളിവുകളടക്കം, അതായത് സെക്യൂരിറ്റി ജീവനക്കാരൻ അതുല്യനോട് പറയുന്ന ഓഡിയോ സന്ദേശവും അതുല്യ പുറത്തുവിട്ടിട്ടുണ്ട്. മുഹമ്മദ് ഡ്രിങ്ക്സ് കഴിക്കില്ല, ഹോട്ട് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കില്ല, ബീർ കഴിക്കുന്നതും. അപ്പൊ ഒരു കാര്യം ചെയ്യാറില്ല, അത് അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ഇങ്ങനെ ആക്കാം. ഒരു വീഡിയോ അവര് എടുത്തു വെച്ചിന്, സെക്സ്വൽ വീഡിയോ. അങ്ങനെ അയക്കാം മുഹമ്മദിന്. ഒന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ. അവര് നമുക്ക് ജസ്റ്റ് ഒരു ഇതുപോലെ ഞാൻ ചോദിക്കുന്ന മാത്രമേ ഉള്ളൂ. നമുക്ക് അപ്പള് ജസ്റ്റ് ഞാൻ ചോദിക്കുന്ന മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞേ. ഇങ്ങനൊരു സ്റ്റോറി പറഞ്ഞാല് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും ഇവിടുത്തെ. ഉണ്ണിസാഹെല്ലാം എല്ലാം സോൾവ് ആവും, ആർക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ അപ്പൊ അതിന് മോദിന് ഒരു പ്രശ്നം വരില്ല, ആരും അറിയില്ല.
നേരത്തെ തന്നെ അതുല്യ അമ്മ സംഘടനയ്ക്കെതിരെ ലേബർ ഓഫീസിലും അതോടൊപ്പം തന്നെ കമ്മീഷണറുമൊക്കെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ തനിക്ക് ഓവർടൈം അടക്കം പണിയെടുപ്പിച്ചും അതിന്റെ ശമ്പളം തന്നില്ല, അത് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് അതുല്യ പറയുന്നുണ്ട്. അത് ഇക്കാര്യങ്ങൾ കമ്മീഷണർക്ക് നൽകിയ പരാതി കൂടി നൽകിക്കൊണ്ട് കളക്ടറെ കാണുന്നതിന് വേണ്ടി അതുല്യ കളക്ടറേറ്റിലെത്തി കളക്ടറെ കണ്ടിരിക്കുകയാണ് അതുല്യ. അതോടൊപ്പം തന്നെ തനിക്ക് മാനസികമായി വളരെ ബുദ്ധിമുട്ടാണ് ഈ സംഘടനയിലുള്ള അംഗങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മാധ്യമങ്ങളോടായി അതുല്യ വ്യക്തമാക്കി. ഞാൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ എനിക്കെതിരെ അവിടെ നടന്ന ഗൂഢാലോചനകൾ, എന്നെ ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും നീന കുറുപ്പും ചേർന്നുണ്ടാക്കിയ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ വോയിസ് എനിക്ക് സെക്യൂരിറ്റി എന്നെ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ പറയാൻ അയാളെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ ആണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. പിറകെ എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ വീണ്ടും പരാതികൾ വരുമ്പം ഞാൻ തന്നെ സംസാരിക്കണമല്ലോ, ഞാൻ നടിയല്ലല്ലോ. എന്തായാലും താരസംഘടനയായ അമ്മയിലെ പൊട്ടിത്തെറികൾ അവസാനിക്കുന്നില്ല. സംഘടനയ്ക്ക് ഉള്ളിലുള്ളവരും സിനിമാ താരങ്ങളും അതിലെ ജീവനക്കാരും അടക്കം വലിയ പരാതികളുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പരാതിയിൽ ആരോപിതരായി നിൽക്കുന്നത് കുക്കു പരമേശ്വരനും നീന കുറുപ്പും ഉണ്ണി ശിവപാലും ടിനി ടോമുമാണ്. എന്തായാലും സംഘടന ഇനി എന്താണ് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുക എന്നതാണ് ഇനി ഉറ്റുനോക്കുന്നത്. തിരുവനന്തപുരം വെമ്പായത്തെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡ് പൊട്ടിവീണുണ്ടായ അപകടത്തെ തുടർന്ന് സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കാൻ തദ്ദേശ സ്ഥാപനത്തിന് മന്ത്രി PC വിശ്വനാഥ് നിർദ്ദേശം നൽകി. സ്ഥാപനത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള റിപ്പോർട്ട് തഹസീൽദാർ ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. ഗുരുതരമായ വീഴ്ചകളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി എസ് അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, ഇന്നലെ തന്നെ മന്ത്രി വ്യക്തമാക്കിയതാണ് ഹാപ്പി ലാൻഡിന് ഇനി തുറന്നു പ്രവർത്തിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല എന്നുള്ളത്. ഇതിനു മുൻപും കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരു അപകടം അവിടെ സംഭവിച്ചിരുന്നുവല്ലോ, ഒരു 2 മാസങ്ങൾക്ക് മുൻപ്. അതിനുശേഷവും എങ്ങനെ ഇത് തുറന്നു പ്രവർത്തിക്കാൻ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ പോലും ഉൾപ്പെടുത്തിയുള്ളതാണോ ഈ റിപ്പോർട്ട്? തീർച്ചയായിട്ടും സുരക്ഷാ മാനദണ്ഡങ്ങളിലുണ്ടായ വീഴ്ചയെ പറ്റി വളരെ വിശദമായ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ കളക്ടർക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു അപകടമുണ്ടായിരുന്നു. ഒരു കുട്ടി പൂളിൽ വീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ ഈ അപകടം ഉണ്ടായതിനെ ന്യായീകരിച്ചും അപകടമുണ്ടായത് മറ്റ് കുട്ടിക്കുള്ള ഭക്ഷണം കഴിച്ചതുൾപ്പെടെയുള്ള മറ്റു കാരണങ്ങൾ കൊണ്ടാണെന്നുമുള്ള ഒരു വിശദീകരണമൊക്കെ മാനേജ്മെന്റ് നടത്തിയിരുന്നു. എന്തായാലും ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് തന്നെ അത് കൂടുതൽ അന്വേഷണങ്ങളോ മറ്റുള്ള നടപടികൾക്കോ ഒന്നും തന്നെ മുതിർന്നിരുന്നില്ല. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ റൈഡ് പൊട്ടി വീണൊരു വലിയ അപകടമുണ്ടായത്. ഒരു വലിയ അപകടത്തിൽ നിന്ന് ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഈ റൈഡിന്റെ പ്രവർത്തനം അവസാനിക്കുന്ന ഘട്ടത്തിൽ, അത് ഏകദേശം ഓഫായി വരുന്ന സമയത്ത്, വേഗത കുറഞ്ഞ സമയത്താണ് ഈ അപകടം ഉണ്ടായത്. വേഗതയിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നെങ്കിൽ ഈ അപകടത്തിന്റെ ആഘാതം തന്നെ വളരെ വലുതായിരുന്നു. ഈ പാർക്കിനുള്ളിൽ സംബന്ധിച്ചിട്ടുള്ള സുരക്ഷാ വീഴ്ച എന്ന് കണ്ടെത്തിയിരിക്കുന്നത് പാർക്കിനുള്ളിലെ എല്ലാ റൈഡുകളും വർഷങ്ങൾക്ക് പഴക്കമുള്ള റൈഡുകളാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റൈഡുകളുടെ വാർഷിക മെയിന്റനൻസ് പോലും നടത്തിയതായുള്ള കൃത്യമായ രേഖകൾ അധികൃതരുടെ ഭാഗത്തു നിന്നും സമർപ്പിച്ചിട്ടില്ല. ഇത്തരത്തിൽ അതുമാത്രമല്ല, ഈ ഇതിനുള്ളിൽ പാർക്കിനുള്ളിൽ മതിയായ സുരക്ഷാ ജീവനക്കാരോ മാരും തന്നെ ഇവിടെ ഇല്ല എന്നും മാത്രമല്ല, ഒരു അപകടമുണ്ടായാൽ പെട്ടെന്ന് വൈദ്യസഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളോ അതിനുവേണ്ട വാഹനങ്ങളോ ആംബുലൻസോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം തന്നെ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ കളക്ടർക്ക് മുന്നിലുള്ളത്. എന്തായാലും മന്ത്രിയുടെ ഓഫീസിൽ നിന്നും തദ്ദേശ സ്ഥാപനത്തിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഇതിന്റെ പ്രവർത്തനം നിലവിൽ നിർത്തിവെപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കളക്ടറുടെ നിർദ്ദേശത്തിന്റെ അല്ലെങ്കിൽ കളക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചായിരിക്കും തുടർന്ന് ഈ ഹാപ്പി ലാൻഡിന്റെ പ്രവർത്തനം നടക്കുന്നതായിരിക്കും. ശരി, എസ് അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകത്തിൽ ഇന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരും. DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കും. രാജ്യസഭയിലേക്കില്ലെന്ന് വ്യക്തമാക്കിയ സിദ്ധരാമയ്യ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉപമുഖ്യമന്ത്രി പദവും പ്രധാനമന്ത്രി സ്ഥാനങ്ങളിലും താൻ നിർദ്ദേശിക്കുന്നവർക്ക് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആവശ്യങ്ങൾക്ക് DK ശിവകുമാർ പൂർണ്ണമായും വഴങ്ങില്ലെന്നാണ് സൂചന. VV വിനോദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിനോദ്, എന്തായാലും അത്ര സുഗമമായിരിക്കില്ല ഈ അധികാരമാറ്റം എന്നതിന്റെ വ്യക്തമായ സൂചന സിദ്ധരാമയ്യ നൽകിക്കഴിഞ്ഞു. തന്നോടൊപ്പം നിൽക്കുന്നവരെ അദ്ദേഹം വിളിച്ചു ചേർക്കുകയും തന്റെ രാജി അവരെ അറിയിക്കുകയും ചെയ്തതാണ്. DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ സിദ്ധരാമയ്യ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയല്ലേ?
മഞ്ജുഷ, വലിയൊരു പ്രതിസന്ധിയിലേക്ക് കർണാടകയിൽ കോൺഗ്രസിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യ. കാരണം അദ്ദേഹം ഈ പദവി ഒഴിയുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം അംഗീകരിച്ച ഒരു റിപ്പോർട്ട്, അത് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. ഒക്കലിക അതോടൊപ്പം തന്നെ മുന്നാക്ക വിഭാഗങ്ങൾക്ക് തിരിച്ചടിയാകുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങുന്നത്. ലിംഗായത്ത് ഉൾപ്പെടെയുള്ള മുന്നോക്ക വിഭാഗങ്ങൾക്ക് തിരിച്ചടിയാകുന്ന ഒരു റിപ്പോർട്ട്. അത് എന്തുകൊണ്ടെന്നാൽ പിന്നാക്ക ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന തരത്തിൽ, ജനസംഖ്യ ആനുപാതികമായി കൂടുതൽ അവസരങ്ങളും അവർക്ക് കൂടുതൽ വിഹിതവും കിട്ടുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. DK ശിവകുമാർ ആകട്ടെ മുന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ ഈ റിപ്പോർട്ട് തള്ളിയാലും കൊണ്ടാലും ബുദ്ധിമുട്ടാകും. കാരണം തള്ളിയാൽ അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ നീക്കമാകും, പിന്നാക്ക വിഭാഗങ്ങളെ തള്ളിക്കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ നടപടിയാകും. ഇനി അത് ഉൾക്കൊണ്ടാൽ സ്വാഭാവികമായും ഭൂരിപക്ഷ വിഭാഗം കോൺഗ്രസിൽ നിന്ന് അകലുമോ എന്ന ഭയം AICC നേതൃത്വത്തിനുൾപ്പെടെയുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ട് കാര്യങ്ങൾ വെച്ചിരിക്കുകയാണ്. മാത്രമല്ല, കേന്ദ്രത്തിൽ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് രാഹുൽ ഗാന്ധി തുടർച്ചയായി ആവശ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇത് തള്ളിക്കളയാൻ കഴിയുകയുമില്ല. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിൽ കോൺഗ്രസിനെ കൊണ്ടു ചെന്ന് നിർത്തിയിരിക്കുകയാണ് സിദ്ധരാമയ്യ. മാത്രമല്ല, അദ്ദേഹം രാജ്യസഭാ സീറ്റ് സ്വീകരിക്കുന്നുമില്ല. അങ്ങനെ ഒരു വാഗ്ദാനം നിരസിച്ചുകൊണ്ട് സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ തന്നെ നിൽക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അതായത് കർണാടകയിലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ സജീവമായി നിൽക്കാൻ സിദ്ധരാമയ്യ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ തന്നെ 7 പേർ മന്ത്രിമാരാകണം, പുതിയ മന്ത്രിസഭ വരുമ്പോൾ അതിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷം പേരും സിദ്ധരാമയ്യയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അതെല്ലാം തന്നെ DK ശിവകുമാർ അംഗീകരിക്കുമോ എന്നതിലും സംശയം അവശേഷിക്കുന്നുണ്ട്. ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നു. DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കും. നേരത്തെയുള്ള ധാരണയനുസരിച്ച് 2.5 വർഷം വീതമാണ് ഇരുവർക്കും മുഖ്യമന്ത്രി സ്ഥാനം പങ്കിട്ട് നൽകിയത്. എന്നാൽ അതിൽ നിന്ന് സിദ്ധരാമയ്യ പിന്നാക്കം പോവുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, തൻ്റെ മന്ത്രിസഭയിൽ DK ശിവകുമാർ ഉണ്ടാകരുത് എന്നതായിരുന്നു തൻ്റെ തുടക്കത്തിലെ ആവശ്യം. പക്ഷേ അത് മാറ്റിമറിച്ചുകൊണ്ട് DK ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കി. അതുകൊണ്ട് തന്നെ രാജിയില്ല എന്നൊരു നിലപാടിലേക്ക് സിദ്ധരാമയ്യ പോവുകയായിരുന്നു. പക്ഷേ എഴുതി തയ്യാറാക്കിയ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് AICC നേതൃത്വം അദ്ദേഹത്തെ ഒരു വരുതിയിൽ നിർത്തിയത്. ഏതായിരുന്നാലും അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുമ്പോഴും ചില തലവേദനകൾ സൃഷ്ടിക്കാൻ പാകത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് സിദ്ധരാമയ്യ പടിയിറങ്ങുന്നത്. ശരി വിനോദ്, എന്തായാലും തന്റെ പിൻഗാമിക്കും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനും വലിയ വെല്ലുവിളി ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സിദ്ധരാമയ്യ പടിയിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള അവസാനത്തെ തീരുമാനവും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. ജാതി സെൻസസ് കാർഡ് ഇറക്കിയിരിക്കുകയാണ് കർണാടകത്തിൽ സിദ്ധരാമയ്യ. ഇറാൻ US യുദ്ധത്തിൽ 60 ദിവസത്തെ വെടിനിർത്തലിനുള്ള സാധ്യത തെളിയുകയാണ്. ധാരണയ്ക്കുള്ള കരട് പത്രം തയ്യാറായതായാണ് റിപ്പോർട്ടുകൾ. കരാറിന്മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്തിമ തീരുമാനമെടുക്കും. ഇത് പ്രാബല്യത്തിൽ വന്നാൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുകയും US സൈനിക ഉപരോധം പിൻവലിക്കുകയും ചെയ്യും. US ഇറാൻ സംഘർഷം യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി കടന്നുപോയിരുന്നത്. ഇറാൻ US-ന്റെ കുവൈറ്റിലുള്ള എയർബേസിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നു. അതുപോലെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയിരുന്ന കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടത്തി. പകരമായി ഇറാന്റെ തെക്കൻ മേഖലയിലുള്ള നഗരമായിട്ടുള്ള ബന്ദർ അബ്ബാസിലേക്ക് US മിസൈൽ ആക്രമണം നടത്തുന്നു. അതുപോലെ ഹോർമുസ് കടലിടുക്കിന്റെ പല മേഖലകളിലും ആക്രമണം ഉണ്ടായതായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു പ്രതീക്ഷയുടെ നേർഗണം ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ 60 ദിവസത്തെ വെടിനിർത്തലിനുള്ള ഒരു കരാറിന്റെ ധാരണാപത്രത്തിന്റെ കരട് രേഖ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസറ്റും അതുപോലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഇനി US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഒരു അന്തിമ അംഗീകാരം കൂടിയാണ് വേണ്ടത്. ഇത് പ്രാബല്യത്തിൽ വന്നാൽ ഇറാൻ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച വരുത്താനും സാധ്യതയുള്ള ായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇറാൻ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായിട്ട് തുറക്കും എന്നറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, US-ന്റെ ഹോർമുസ് കടലെടുക്കിൽ ഇറാൻ കപ്പലുകൾക്ക് മേലുള്ള ഉപരോധം അവസാനിപ്പിക്കുമെന്ന് അമേരിക്കയും ഇതിന് പകരമായി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം ഈയൊരു ധാരണാപത്രം പ്രാബല്യത്തിൽ വന്നാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. നിലവിൽ ഇറാനും ഇത്തരമൊരു ധാരണാപത്രം തയ്യാറാക്കുന്നതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഇതിലൊരു പച്ചക്കൊടി വേണ്ടത്.
പക്ഷേ കഴിഞ്ഞ ദിവസം എബ്രഹാം അക്കോർഡ്സിൽ ഇറാനും അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളും പങ്കാളികളാകണമെന്നുൾപ്പെടെയുള്ള നിബന്ധനകൾ ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. ഈ ഒരു ധാരണാപത്രം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ട്രംപ് സമാനമായിട്ടുള്ള ഉടമ്പടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും സമാധാന ചർച്ചകൾക്ക് വലിയൊരു പ്രതിസന്ധിയാകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കരട് രേഖ അത് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഈ യുദ്ധം അത് എല്ലാ മേഖലകളിലും നിർത്തിവെക്കാനും ഇറാൻ അമേരിക്കയോട് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ലെബനനിൽ ഉൾപ്പെടെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിച്ചാൽ ഈ ആണവ വിഷയങ്ങളിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനും സാധ്യതയുണ്ട്. അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടുകൊടുക്കാനും ആണവ പദ്ധതികളിൽ നിന്ന് പിന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്തരമൊരു കാര്യം അത് ഇറാൻ ഈ ഒരു ആവശ്യത്തിൽ ഇറാൻ അംഗീകാരം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക ഇറാന്റെ ഫണ്ട് വിട്ടു നൽകാൻ, അതായത് മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫണ്ട് വിട്ടു നൽകാൻ സാധ്യതയുണ്ട്. അതുപോലെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഉപരോധങ്ങൾ ലഘൂകരിക്കാനും സാധ്യതയുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ലെബനനിൽ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ ഒരു സ്ത്രീയും 2 കുട്ടികളും ഉൾപ്പെടെ 20 പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. കോഴിക്കോട് സ്വദേശി സുജിത്താണ് മരിച്ചത്. തിരുവനന്തപുരം പേയാട് കാവടിക്കടവിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. കുളിക്കാൻ ഇറങ്ങിയ 4 പേരിൽ 2 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇതിൽ ഒരാൾ നീന്തി കയറിയെങ്കിലും സുജിത്തിനെ കാണാതാവുകയായിരുന്നു. സ്കൂബ ടീം നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇടുക്കി ചിന്നക്കനാൽ മേഖലയിൽ കയ്യേറ്റം വനംവകുപ്പ് ഒഴിപ്പിച്ചു. KSEBയുടെ ആനയിറങ്കൽ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തെ കയ്യേറ്റമാണ് ഒഴിപ്പിച്ചത്. ആനത്താരയിൽ ആനകളെ പ്രതിരോധിക്കാൻ കയ്യേറ്റക്കാർ സ്ഥാപിച്ച കമ്പിവടങ്ങളും മുള്ളുവേലികളും വനംവകുപ്പ് മുറിച്ചുമാറ്റി. പ്രദേശത്ത് ഏക്കർ കണക്കിന് വനഭൂമി വെട്ടിത്തെളിച്ച് ഏലം കൃഷി ഇറക്കാനുള്ള ശ്രമമാണ് കയ്യേറ്റക്കാർ നടത്തിയത്. ചിന്നക്കനാൽ വില്ലേജിലെ സർവേ നമ്പർ 34/1 ഉൾപ്പെടുന്ന ചിന്നക്കനാൽ അണ്ടർ റിസർവ് വനഭൂമിയിലാണ് ഒഴിപ്പിക്കൽ നടപടി. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള 1.5 ഹെക്ടറോളം വനഭൂമിയാണ് തിരിച്ചുപിടിച്ചത്. KSEBയുടെ ആനയിറങ്കൽ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തും വ്യാപക കയ്യേറ്റമാണ് നടന്നിട്ടുള്ളത്. അതീവ രഹസ്യമായി കാട് വെട്ടിത്തെളിച്ച് വലിയ തോതിൽ ഏലം കൃഷി ചെയ്യുകയായിരുന്നു. ഇതിനു പുറമെ വൃഷ്ടിപ്രദേശത്ത് പുതുതായി വീണ്ടും ഏക്കർ കണക്കിന് സ്ഥലം വെട്ടിത്തെളിച്ച് കൃഷിയിറക്കാനുള്ള ഒരുക്കങ്ങളും കയ്യേറ്റക്കാർ നടത്തിയിരുന്നു. അപ്പം നമ്മൾ ഈ പ്ലാന്റേഷൻ കാട് പിടിച്ച് കിടക്കുന്ന ഭാഗം പരിശോധിച്ചപ്പം ഓരോ ഭാഗവും വടം കെട്ടി തിരിച്ചേക്കുക. വടം കെട്ടി തിരിച്ച് കയ്യേറ്റ മാഫിയ വടം കെട്ടി തിരിച്ചേക്കുക. അപ്പം നമ്മുടെ ജീവനക്കാരും വാച്ചർമാരും ഇവരോട് പറയുമ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തി ഓടിക്കുക. അപ്പം വടം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം, അതായത് ഒരു ആന പിടിച്ചാൽ പോയിട്ട് JCB കൊണ്ട് ഇളക്കി മാറ്റിയാൽ പോലും മാറിയില്ലാത്ത രീതിയിൽ ഈ വടം വൃക്ഷങ്ങളിൽ അടിച്ചു കയറ്റി, അതായത് വലിയ 2 ഇഞ്ചോളം വലുപ്പമുള്ള വലിയ വളയം ഉപയോഗിച്ച് അടിച്ചു കയറ്റി ഇവരെ കംപ്ലീറ്റ് തിരിച്ചേക്കുക. അപ്പം ആനയ്ക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. കാട്ടാനകൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന പാത കൂടിയാണിത്. എന്നാൽ ആനകൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ പ്രതിരോധം തീർത്തിരുന്നു. മുള്ളുവേലികൾ വരും ദിവസങ്ങളിൽ നീക്കം ചെയ്യും. 1986 കേരള വൃക്ഷ സംരക്ഷണ നിയമം, കേരള ഫോറസ്റ്റ് ആക്ട് എന്നിവ പ്രകാരം വനം വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. കയ്യേറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തും. കയ്യേറ്റം സംബന്ധിച്ച് KSEBക്ക് അടിയന്തര റിപ്പോർട്ട് നൽകുമെന്നും റേഞ്ച് ഓഫീസർ അറിയിച്ചു. വഴിതിരിച്ചുവിട്ട ആനത്താരകൾ പുനഃസ്ഥാപിക്കാൻ ഈ പ്രദേശത്ത് പുതിയ ഔട്ട്പോസ്റ്റും വനംവകുപ്പ് ഷെഡും ഉടൻ സ്ഥാപിക്കും. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയ നവവധു ചികിത്സയിലിരിക്കെ മരിച്ചു. വട്ടംതട സ്വദേശിനി അശ്വതിയാണ് മരിച്ചത്. കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സാണ് അശ്വതി. ചിറ്റക്കാവ് സ്വദേശി രൂപേഷുമായി 1 മാസം മുൻപായിരുന്നു വിവാഹം. കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുറ്റിക്കോൽ ബേത്തൂർപ്പാറ വട്ടംതട്ട സ്വദേശി അശ്വതിയാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. 3 ആഴ്ച മുൻപാണ് ഇവരുടെ വിവാഹം നടന്നത്. പറക്കളായി ചീറ്റക്കാവ് സ്വദേശി രൂപേഷിന്റെ ഭാര്യയാണ്. 18-ാം തീയതിയാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ വിഷം കഴിച്ചത്. അതായത് കാസർകോട്ടെ താമസ സ്ഥലത്തു നിന്നാണ് വിഷം കഴിച്ചത്. പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും നില ഗുരുതരമായതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ്
വെച്ചാണ് മരണം സംഭവിച്ചത്. ഏതായാലും ഈ സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലേക്ക് രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിൽ ഈ അശ്വതി ജീവനെടുക്കാൻ ഇടയായ സാഹചര്യം, അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ ഭർത്താവിന്റെ ഭാഗത്തുനിന്നോ അതല്ല മറ്റ് ഭർത്തൃ വീട്ടിന്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും തരത്തിലുള്ള പീഡനമോ മറ്റ് അനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നെ സംബന്ധിച്ചാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. അതോടൊപ്പം രഹസ്യമൊഴിയിൽ നൽകിയ വിവരങ്ങൾ അനുസരിച്ചും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ആഴ്ച മുൻപ് വിവാഹിതയായ ഒരു നവവധുവാണ് ഇത്തരത്തിൽ വിഷം കഴിച്ച് ജീവനൊടുക്കിയത്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഒരാഴ്ചക്കിടെ 3 പേർ ഭർത്തൃമതികളാണ് ഇങ്ങനെ ജീവനൊടുക്കുന്നത്. അത് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഫാത്തിമത്ത് സുബൈദ എന്ന് പറയുന്ന വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഭർത്തൃമതി 27 വയസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. ഇങ്ങനെ 3 പേരുടെ ജീവനൊടുക്കുന്ന ഒരു സാഹചര്യം കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നു. അശ്വതിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി, പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ജീവനൊടുക്കാൻ ഇടയായ സാഹചര്യം എന്നത് സംബന്ധിച്ചാണ് പോലീസ് പ്രധാനമായി അന്വേഷിക്കുന്നത്. 18-ാം തീയതിയാണ് അശ്വതി ഇങ്ങനെ ഇത്തരത്തിൽ വിഷം കഴിച്ച് അവശനിലയിലായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും ആശുപത്രിയിൽ നിന്നും ഇന്നലെ രാത്രിയോടുകൂടിയാണ് അശ്വതിയുടെ മരണം സംഭവിക്കുന്നത്. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിൽ കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് നിന്നും കെ.ബി. ബൈജു, ന്യൂസ് 18. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,450, പവന് 1,15,600. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,940, പവന് 95,520. വെള്ളി ഗ്രാമിന് 280, കിലോയ്ക്ക് 2,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.